ഒരു ചെറിയ ശബ്ദം കേട്ടാൽ വെട്ടു പിന്നെ ഭയങ്കര അസ്വസ്ഥനാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പതിവ് പോലെ അവൻ ഒന്നില്ലെങ്കിൽ അടുക്കളയിലോ അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് സൈഡിൽ ഒതുങ്ങിയൊക്കെ ഇരിക്കുന്ന ഒരു സ്വഭാവമായിട്ട് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ചെറിയൊരു ബഹളം കേട്ടപ്പോൾ ആളെ ഞാൻ അകത്ത് കയറ്റാൻ നിന്നപ്പോൾ വഴി തടസ്സമായിട്ട് നിൽക്കട്ടെ നമ്മുടെ കുഞ്ഞൂസ്. പതിവില്ലാത്ത ഓരോ കാഴ്ചകളൊക്കെയാണ്. അത് മാത്രമൊന്നുമല്ല, ചെറുതേറ്റുങ്ങളും രണ്ടുപേരും ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നുണ്ട് കേട്ടോ. മിണ്ടാണ്ട് നിൽക്ക്, ഞാൻ മിട്ടൂനാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ മിട്ടൂനെയും കൊണ്ടുപോയപ്പോൾ കൂടെ തന്നെ കുഞ്ഞൂസ് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ, ഒരു കാവലാളായിട്ട്. എന്താ അവളെ ഉദ്ദേശം എന്നൊരു പിടുത്തൊന്നുമില്ല. അവസാനം നേരെ ഞാൻ ആ മിട്ടൂനെ ആ ഒരു സൈഡിൽ അങ്ങോട്ട് കിട്ടി കേട്ടോ. കുറച്ച് ലൂസായിട്ടാണ് ഞാൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞൂസ് ഇവിടെ നിന്നിട്ടോ എന്ന് പറഞ്ഞ് ഞാൻ പോയി. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയപ്പോൾ അവൾ ഇങ്ങനെ കൂളായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ ഒരു ഇരുത്തത്തിൽ എന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് ചോദിക്കുന്നുണ്ട് എന്താണെന്ന്. പക്ഷേ അവളുടെ ആ ഒരു ഇടങ്ങണ്ണിട്ട നോട്ടത്തിനും എനിക്കൊരു കാര്യം ഉറപ്പാണ്, എന്തോ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ആളെ ഇരിക്കുന്നത് എന്നുള്ളത്. ബലമായ സംശയം ഈ കാണുന്ന ചവിട്ടി പരിപാടി എടുക്കാനാണോ എന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് കടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞൂസിന് നല്ല തല്ല് കിട്ടും, കടിക്കാൻ പാടില്ല. ഇപ്പോൾ 2-3-4 വലിയ ബെഡ്ഷീറ്റ്, ഡബിളിൻ്റെ അല്ല, കിങ് സൈസിലുള്ള 2 ബെഡ്ഷീറ്റാണ് കടിച്ച് നശിപ്പിച്ചിട്ടുള്ളത്. വിരിക്കാൻ പറ്റാത്ത കോലത്തിലിട്ട് ഇവളാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ എൻ്റെ മേട്ടൂന് പകൽ കൂട് മൂടാനും താഴെ വിരിക്കാനുള്ളതൊക്കെ അവൾ കടിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സത്യമല്ല, അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. എത്രയാച്ചാൽ എടുക്കുക, കഷ്ണാക്കിയിട്ടാണ് അവൾ മാറ്റിയിട്ടുള്ളത്. എനിക്കിനി വയ്യ. കുറച്ചൊന്നുമല്ല, ഒന്ന് മാത്രമല്ല, ഒന്നിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയും വേറെ ഒരുപാട് ബെഡ്ഷീറ്റുകൾ ഞാൻ ഇടയ്ക്ക് ലുങ്കി വിരിച്ചെടുത്തു. എല്ലാതും അവളങ്ങോട്ട് നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി സത്യം പറഞ്ഞാൽ ഇനി ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു പുതിയൊരു ബെഡ്ഷീറ്റ് എടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നല്ലൊരു സാധനങ്ങൾ കണ്ടില്ലേ. പാവം മേട്ടു അവിടെ ഇരിക്കുന്നുണ്ടോ. മേട്ടുവിനെ ഞാൻ ഏൽപ്പിച്ചത്, മേട്ടോ ഇവളിത് കടിക്കുകയാണെങ്കിൽ എന്നോട് പറയാൻ കേട്ടോ എന്ന്. അത് അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അവൾ നോക്കുന്ന നോട്ടം കണ്ടില്ലേ. അപ്പോൾ എന്തായാലും ഇങ്ങനെ അങ്ങോട്ട് ഓട്ടെ. മേട്ടൻ്റെ കൂടെ തന്നെയാണ് ഞാൻ കുഞ്ഞൂസിനെ ഇവിടെ ഇരുത്തുന്നത്.